വെൽക്കം ബാക്ക് ടു കേരള PSC മാരത്തോൺ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന കേരള PSC ഡിഗ്രി ലെവൽ എക്സാംസിനെ കുറിച്ചാണ്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിൽ പ്രധാനമായും യൂണിഫോം ഇതര പരീക്ഷകളെക്കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി കാറ്റഗറി നമ്പർ 17/2025 സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, കാറ്റഗറി നമ്പർ 269/2025 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ്, കാറ്റഗറി നമ്പർ 382/2025 കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കാറ്റഗറി നമ്പർ 383/2025 കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കാറ്റഗറി നമ്പർ 454/2025 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നിങ്ങനെ എക്സാമുകളാണ് പ്രധാനമായും 2026 ഡിഗ്രി പ്രിലിംസിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത്. ഈ പറഞ്ഞതിൽ നമ്മൾ യൂണിഫോം ഇതര പോസ്റ്റുകളാണ്. ഇതുകൂടാതെ തന്നെ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ പോസ്റ്റുകളുടെയും പ്രിലിമിനറി ഘട്ടം ഒരുമിച്ചാകാനുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. 2026 ജനുവരിയിൽ PSC പ്രസിദ്ധീകരിക്കുന്ന ആനുവൽ കലണ്ടർ അനുസരിച്ചായിരിക്കും ഏതൊക്കെ പരീക്ഷ ഏതൊക്കെ മാസത്തിലായിരിക്കും നടക്കാനുള്ള സാധ്യത നമുക്ക് പറയാൻ കഴിയുക. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. ഈ പരീക്ഷ പ്രാഥമിക ഘട്ടം മാത്രമായതുകൊണ്ട് തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റിനെ നേരിട്ട് സ്വാധീനിക്കുന്നില്ല. എന്നാൽ ചിട്ടയായ പഠനം നമുക്ക് മെയിൻസ് എക്സാമിന് നല്ല രീതിയിലുള്ള സഹായമാകും. കാരണം സിലബസ് പരിശോധിക്കുമ്പോൾ സമാനമായ ടോപ്പിക്കുകൾ രണ്ടിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ചോദ്യങ്ങളുടെ നിലവാരം രണ്ടിലും വ്യത്യസ്തമായിരിക്കും എന്ന വസ്തുത മനസ്സിലാക്കി വേണം നാം രണ്ടു എക്സാമിനെയും നേരിടാൻ. ആദ്യം തന്നെ ഓരോ ഉദ്യോഗാർത്ഥിയും ആഴത്തിലുള്ള സിലബസ് പരിജ്ഞാനമാണ് നേടിയെടുക്കേണ്ടത്. സിലബസ് പൂർണ്ണമായും മനസ്സിലാക്കിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് മറ്റു ഉദ്യോഗാർത്ഥികളെക്കാൾ അഡ്വാൻറ്റേജ് കൂടുതൽ തന്നെയായിരിക്കും. മുൻ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവയ്ക്ക് 5 മാർക്ക് വീതവും, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് എന്നിവയ്ക്ക് 10 മാർക്കും, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നിവയ്ക്ക് 5 മാർക്ക് വീതവും, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് 20 മാർക്കും, ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്കും, റീജിയണൽ ലാംഗ്വേജായ മലയാളത്തിന് 10 മാർക്ക് എന്നിങ്ങനെയാണ് സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ഉള്ള പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവ മൂന്നും വിഷയങ്ങൾ മാത്രം കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് 50, അതായത് പരീക്ഷയുടെ പകുതി മാർക്ക് നേടുവാൻ സാധിക്കും. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം 50 മാർക്ക് നേടാനുള്ള അവസരം ഈ 3 വിഷയങ്ങൾ മാത്രം നമുക്ക് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ 3 വിഷയങ്ങളിൽ നിന്ന് 35 മാർക്കോളം നേടുവാൻ സാധിക്കുകയും ബാക്കി GK പാർട്ടിൽ നിന്ന് 20 മുതൽ 25 മാർക്ക് വരെ നേടാൻ സാധിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ലൊരു പ്രിലിംസ് സ്കോർ നേടി എന്ന് നമുക്ക് പറയാം. ഇത് നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷനുള്ള ഊർജവും ആത്മവിശ്വാസവും നൽകുന്നു. സ്ട്രാറ്റജി പാർട്ടാണ് അടുത്തത് നോക്കുന്നത്. സ്ട്രാറ്റജി പാർട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസിനെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. സിലബസ് മനസ്സിലാക്കിയ ശേഷം ബേസ് സ്ട്രോങ് ആക്കുവാൻ വേണ്ടി നാം SCERT, NCERT പാഠഭാഗങ്ങൾ പഠിക്കണം. ക്ലാസ് 5 മുതൽ 12 വരെയുള്ള NCERT, SCERT പാഠഭാഗങ്ങളാണ് പ്രധാനമായും നാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ തന്നെ സിലബസ് റിലേറ്റഡ് ആയ ചാപ്റ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു വേണം ഉദ്യോഗാർത്ഥികൾ പഠിക്കാൻ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് മുൻവർഷ ചോദ്യങ്ങൾ. മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഡിഗ്രി ലെവൽ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം സമയം ക്രമീകരിച്ച് +2 ലെവൽ, 10th ലെവൽ ചോദ്യങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കണം. പഠനം പൂർത്തിയാക്കിയ ശേഷം മോക്ക് ടെസ്റ്റുകൾ എന്തായാലും ചെയ്യേണ്ടതാണ്. ഇവ
എക്സാം ഹാളിലെ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ ഒരു ഉദ്യോഗാർത്ഥിയെ സഹായിക്കുന്നു. കൂടാതെ പഠന നിലവാരവും മനസ്സിലാക്കുകയും അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവാൻ ഒരു ഉദ്യോഗാർത്ഥിയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് മോക്ക് ടെസ്റ്റുകൾ. അടുത്ത ഒരു ഘടകം ന്യൂസ് പേപ്പർ വായനയാണ്. ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാള പത്രവും വായിക്കുന്നതാണ് ഉത്തമം. എന്നാൽ ന്യൂസ് പേപ്പറിലെ എല്ലാ ഭാഗവും ഒരു ഉദ്യോഗാർത്ഥി വായിക്കാൻ പാടുള്ളതല്ല. ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസിന് ആവശ്യമുള്ളതും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കുവാൻ സാധ്യതയുള്ളതുമായ ഭാഗങ്ങൾ വേർതിരിച്ചറിഞ്ഞ് അവ മാത്രം വായിക്കാൻ സാധിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മാത്രമേ പത്രവായനയ്ക്ക് സമയം കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ കറണ്ട് അഫയേഴ്സ് സ്ഥിരമായി നോക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് ഉദ്യോഗാർത്ഥിക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു നല്ല കറണ്ട് അഫയേഴ്സ് പ്രസിദ്ധീകരണം ഫോളോ ചെയ്യാം. അടുത്തത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവയുടെ പ്രാധാന്യത്തെയാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കുന്നതിനോടൊപ്പം മറ്റു വിഷയങ്ങൾ പഠിക്കുവാനുള്ള സമയവും ഒരു ഉദ്യോഗാർത്ഥി കണ്ടെത്തണം. അടുത്തത് മുൻവർഷ ചോദ്യങ്ങളാണ്. മുൻവർഷ ചോദ്യങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ചോദ്യങ്ങളുടെ സ്വഭാവവും ചോദിക്കാൻ സാധ്യതയുള്ള സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. മുൻവർഷ ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ചോദ്യങ്ങളുടെ സ്വഭാവവും രീതിയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അറിയുവാൻ സഹായിക്കുന്നു. അതിനാൽ മുൻവർഷം നടന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ കാറ്റഗറി കോഡുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവ ഡൗൺലോഡ് ചെയ്തു നോക്കി പഠന നിലവാരം മനസ്സിലാക്കി വേണ്ട മാറ്റങ്ങൾ വരുത്തി പഠനത്തിൽ മുന്നേറുക തന്നെ ചെയ്യണം. താങ്ക് യു.